കഥയെ ആരംഭിക്കുന്നത് പാകിസ്ഥാനിലെ മാർഗല്ല ഹിൽസിൽ നിന്നുമാണ്. സാമിയ എന്നു പേരുള്ള ഒരു സ്ത്രീയെ നമ്മൾ പരിചയപ്പെടുന്നു. 15 വയസ്സുള്ളപ്പോൾ ലാഹോറിൽ നിന്നും സാമിയ അങ്ങോട്ടേക്ക് വിവാഹം കഴിപ്പിച്ച് അയക്കപ്പെട്ടതാണ്. അവിടുത്തെ ഒരു ഗോത്രത്തലവനായിരുന്നു സാമിയയെ വിവാഹം കഴിച്ചത്. അയാളുടെ പേര് ദൗലത് ഖാൻ എന്നാണ്. വിവാഹം നടക്കുന്ന സമയത്ത് തന്നെ സാമിയയേക്കാൾ 3 ഇരട്ടി പ്രായമുണ്ടായിരുന്നു അയാൾക്ക്. വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. സാമിയയ്ക്ക് ഇപ്പോൾ 10 വയസ്സുള്ള ഒരു മകളുണ്ട്. സൈനബ് എന്നാണ് അവളുടെ പേര്. വിവാഹം കഴിഞ്ഞ ശേഷം ഇത്ര കൊല്ലം പിന്നിട്ടിട്ടും ഒരിക്കൽ പോലും ലാഹോറിലേക്ക് പോവാനോ തന്റെ പാരന്റ്സുമായി സംസാരിക്കാനോ ഒന്നും സാമിയയ്ക്ക് സാധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ദൗലത് ഖാൻ ഒരിക്കൽ പോലും അവളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ട് പോലുമില്ല. ഒരു ദിവസം സൈനബും കൂട്ടുകാരിയും പുറത്തിരുന്ന് കളിക്കുകയായിരുന്നു. ആ സമയം സൈനബ് പറഞ്ഞു, വലുതാവുമ്പോ എനിക്കും ഇതുപോലൊരു വീട് പണിയണം. ഉടൻ കൂട്ടുകാരിയുടെ മറുപടി വന്നു, പെൺകുട്ടികൾ അങ്ങനെ വീട് പണിയാറില്ലല്ലോ, നമുക്ക് വീട് കിട്ടുകയല്ലേ ചെയ്യുക. വിവാഹം കഴിയുമ്പോ ഒരു വീട് നമുക്ക് കിട്ടും. പക്ഷേ സൈനബ് അതിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. വീട് കിട്ടാൻ വിവാഹം കഴിക്കേണ്ട ആവശ്യം എന്താ ഉള്ളേ? പക്ഷേ അവളുടെ കൂട്ടുകാരി പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. എന്തായാലും വിവാഹം കഴിയുമ്പോൾ നമുക്ക് കുട്ടികളും ഉണ്ടാകും. വളരെ നിഷ്കളങ്കമായി ആ 2 കുട്ടികളും സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയം മറുവശത്ത് ഷഹബാസ് എന്ന പേരുള്ള ഒരു വ്യക്തി ദൗലത് ഖാനെ കാണാൻ വന്നിരിക്കുകയായിരുന്നു. ഷഹബാസ് ടോർഗുലിൽ നിന്നുള്ള സന്ദേശവുമായി വന്നതാണ്. ദൗലത് ഖാനും ടോർഗുല്ലും 2 ഗോത്രങ്ങളുടെ തലവന്മാരാണ്. ഇരുവരും തമ്മിൽ എപ്പോഴും പോരടിക്കുമായിരുന്നു. ചില പ്രശ്നങ്ങൾ കാരണം ടോർഗുൽ മലമുകളിലാണ് തമ്പടിച്ചിട്ടുള്ളത്. അവിടെയുള്ളവരിൽ പലരും ടോർഗുലിനെയും സംഘത്തെയും ഭയക്കാറുണ്ടായിരുന്നു. അവരുടെ പക്കൽ ആയുധങ്ങളും അക്രമവാസനയുമുണ്ട്. വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ശത്രുത. ഇതിന്റെ പേരിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. നിലവിൽ ഷഹബാസിനെ ഒരു മധ്യവർത്തിയായി ടോർഗുലുമായി സമാധാനം സംസാരിക്കാൻ ദൗലത് ഖാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഷഹബാസ് അതിനാണ് വന്നു ചേർന്നിരിക്കുന്നതും. ഷഹബാസ് വന്ന കാര്യം ദൗലത് ഖാനോട് പറഞ്ഞു. എന്തു തന്നെയാണെങ്കിലും സമാധാനം സംസാരിക്കാനാണെങ്കിലും ദൗലത് ഖാൻ തന്നെ നേരിട്ട് ടോർഗുലിനെ ചെന്ന് കാണണം. ദൗലത് ഖാൻ അതിനായി പുറപ്പെട്ടു. ഇതേ സമയം വീട്ടിലാകട്ടെ സാമിയ സൈനബിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ പോലൊരു ഭാവി തന്റെ മകൾക്കും വരരുത് എന്നവർക്കുണ്ടായിരുന്നു. എന്തായാലും ഷഹബാസിന്റെ നിർദ്ദേശപ്രകാരം ടോർഗുലിന്റെ ആളുകൾ വന്ന് ഒരിടത്തേക്ക് ദൗലത് ഖാനെ കൂട്ടിക്കൊണ്ടുപോയി. കണ്ണുകെട്ടിയായിരുന്നു ടോർഗുലിന്റെ മുമ്പിലേക്ക് ദൗലത് ഖാൻ എത്തിക്കപ്പെട്ടത്. ടോർഗുലുമായി ദൗലത് ഖാൻ സംസാരിച്ചു. നാളുകളായി തുടർന്നു പോരുന്ന ശത്രുതയും പ്രശ്നങ്ങളുമാണ്. ഇനിയും അത് തുടരേണ്ടതില്ല. സമാധാനമുണ്ടാകണം. ടോർഗുലിനും ഏറെക്കുറെ അതേ അഭിപ്രായമായിരുന്നു. പക്ഷേ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമെങ്കിൽ അവിടെ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടണം. ടോർഗുൽ ഒരാശയം മുമ്പിലേക്ക് വെച്ചു. ദൗലത് ഖാന്റെ മകളെ തനിക്ക് വിവാഹം ചെയ്തു തരൂ. അങ്ങനാണെങ്കിൽ പ്രശ്നം പൂർണ്ണമായി അവസാനിക്കും. ദൗലത് ഖാൻ അത് കേട്ടതും ഒന്ന് ഞെട്ടിയിരുന്നു. 10 വയസ്സ് മാത്രം പ്രായമാണ് തന്റെ മകൾ സൈനബിനുള്ളത്. സൈനബിനെ ടോർഗുലിന് വിവാഹം കഴിച്ചു കൊടുക്കാനാണ് പറയുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായം ചെന്ന ആ വൃദ്ധന്. പക്ഷേ ടോർഗുലിനെ എതിർക്കാൻ ദൗലത് ഖാന് ധൈര്യമുണ്ടായിരുന്നില്ല. അതിന് സമ്മതമറിയിച്ച് ദൗലത് ഖാൻ അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങി. ഇതേ സമയം മറുവശത്ത് വീട്ടിലുണ്ടായിരുന്ന ഷഹബാസ് ആകട്ടെ ദൗലത് ഖാന്റെ ഭാര്യ സാമിയയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമിയക്കുമേൽ ഷഹബാസിന് പണ്ടുതൊട്ടേ കണ്ണുണ്ട്. ഷഹബാസ് സാമിയക്ക് അടുത്തു വന്ന് പറഞ്ഞു, ദൗലത് ഖാൻ മരിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. എന്നിട്ട് വേണം എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ. അയാൾ നിന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിച്ചേനെ. പക്ഷേ സാമിയയ്ക്ക് ഷഹബാസിനെ ഇഷ്ടമേ ആയിരുന്നില്ല. ആ വീട്ടിലേക്ക് വരെ അയാൾ വരുന്നത് സാമിയക്ക് വെറുപ്പായിരുന്നു. അവിടെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സൈനബ് തന്റെ മുറിയിലിരുന്ന് കേൾക്കുന്നുമുണ്ടായിരുന്നു. ദൗലത് ഖാന്റെ കുടുംബം എല്ലാ വശത്തു നിന്നും ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം അവിടെ വ്യക്തമാണ്. അധികം വൈകാതെ ദൗലത് ഖാൻ മടങ്ങിയെത്തി. സാമിയക്കടുക്കൽ സമാധാനം സംസാരിക്കാൻ പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അത് കേട്ടതും സാമിയ ഒന്ന് ഞെട്ടിയിരുന്നു. തന്റെ അവസ്ഥ തന്റെ മകൾക്കും വരാൻ പോകുന്നു. പക്ഷേ അപ്പോഴും അവൾ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചു. ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തീർക്കാൻ തന്റെ മകളെ ബലിയാടാക്കാൻ ഒരിക്കലും താൻ അനുവദിക്കില്ല. ദൗലത് ഖാൻ ഒരു കാര്യം കൂടി സാമിയയോട് എടുത്തു പറഞ്ഞു. തൽക്കാലം ഈ വിവരം മറ്റാരും അറിയണ്ട. അടുത്ത ദിവസം സാമിയ തന്റെ മകൾ സൈനബിനെയും കൂട്ടി അവിടുത്തെ ഒരു അറയിലേക്ക് ചെന്നു. അവിടായിരുന്നു സാമിയയുടെ പഴയ വിവാഹ വസ്ത്രമൊക്കെ കരുതി വെച്ചിരുന്നത്. ഉമ്മയുടെ കൂടെ ചെന്ന സൈനബിനും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്തിനാ ഉമ്മ എന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? എന്തിനാ ഈ വിവാഹ വസ്ത്രങ്ങളൊക്കെ എന്നെ കാണിക്കുന്നേ? അവളും കൺഫ്യൂസ്ഡ് ആയി. സാമിയ പറഞ്ഞു, നീ ഇപ്പോൾ ഒരു മുതിർന്ന കുട്ടിയായി കഴിഞ്ഞു. നീ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെയുണ്ട്. പിന്നാലെ സൈനബ് പറഞ്ഞു, എനിക്കും കുറെയൊക്കെ അറിയാം. വിവാഹം കഴിഞ്ഞാൽ എന്തുണ്ടാവുമെന്നൊക്കെ. കൂട്ടുകാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിഷ്കളങ്കമായി സൈനബ് തന്റെ ഉമ്മയോട് വിശദീകരിച്ചു. അവൾ
അവളുടെ നിഷ്കളങ്കത കണ്ടതും സാമിയക്ക് ഒന്നും അവളോട് പറയാൻ സാധിച്ചില്ല. സാമിയ മിണ്ടാതിരുന്നതേയുള്ളൂ. അങ്ങനെ വിവാഹത്തിന്റെ ആ ദിവസം എത്തി. സൈനബിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ടോർഗുലിന്റെ ആളുകളും വന്നെത്തി. ദൗലത് ഖാൻ എത്തി സാമിയയുടെ വാതിലിൽ മുട്ടി മകളെ സാമിയെ അണിയിച്ചൊരുക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. സമയം കുറെ വൈകിയിട്ടും അവർ പുറത്തേക്ക് വന്നിട്ടില്ല. അകത്തുനിന്ന് ശബ്ദവും കേൾക്കുന്നില്ല. ദൗലത് ഖാൻ ബലം പ്രയോഗിച്ച് വാതിൽ തുറന്നു. അകത്തു നോക്കിയപ്പോ സാമിയയെയും സൈനബിനെയും കാണുന്നില്ല. ജനൽ വഴി പുറത്തു ചാടി അവർ രക്ഷപ്പെട്ടു പോയിരുന്നു. അവിടെ അവരുടെ ശബ്ദം ഒരു ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. മകളുമായി താൻ രക്ഷപ്പെട്ടു പോകുന്നു, ഈ വിവാഹത്തിന് താൻ സമ്മതിക്കില്ല എന്ന് സാമിയ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നു. ടോർഗുലിന്റെ ആളുകൾ വല്ലാതെ ദേഷ്യത്തിലായി. നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസവും ക്ഷമയും നശിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ചതിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അഭിമാനമാണ് വിളിച്ചു വരുത്തി നിങ്ങൾ ഇല്ലാതാക്കിയത്. ഇതിന് നിങ്ങൾക്ക് കനത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും. നിങ്ങളുടെ മകളെ എന്ത് വില കൊടുത്തും ഞങ്ങൾ കണ്ടെത്തും. ടോർഗുലിന്റെ ആളുകൾ വലിയ ദേഷ്യത്തിലായിരുന്നു. മറുവശത്ത് ഷഹബാസ് ആകട്ടെ സാമിയയെയും സൈനബിനെയും അന്വേഷിക്കുന്നുമുണ്ട്. അവനും ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. സൈനബിനെ ടോർഗുലിന് വിവാഹം ചെയ്തു കൊടുത്താൽ സാനിയ തനിച്ചാകും. ദൗലത് ഖാനെ വകവരുത്തിയാൽ പിന്നെ സുഖമായി സാമിയയെ തന്റെ ഭാര്യയാക്കാമല്ലോ. പക്ഷേ ഇപ്പോൾ മകളുമായി സാമിയ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റെങ്ങോട്ടേക്ക് ഒളിച്ചോടിയപ്പോൾ അയാളുടെ പദ്ധതികൾ തകർന്നിരിക്കുന്നു. മുമ്പോട്ടേക്ക് രക്ഷപ്പെട്ടു പോയ അവർ ഒരിടത്തെത്തിച്ചേർന്നു. അവിടെ ഒരു ട്രക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാൾ കൂടെയുണ്ടായിരുന്ന വ്യക്തിയോട് സംസാരിക്കുമ്പോൾ താൻ അറ്റോക്കിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ വരുന്ന ഏരിയയാണ് അറ്റോക്ക്. അത് മനസ്സിലാക്കിയതും രക്ഷപ്പെട്ടു പോവാൻ അതാണ് നല്ല വഴി എന്ന് ചിന്തിച്ച സാമിയ മകളുമായി ആ ട്രക്കിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നു. മറുവശത്ത് ടോർഗുലിന്റെ ആളുകളും മറ്റും അവിടെ മുഴുവൻ തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷെ അവരെ കണ്ടെത്താനേ സാധിക്കുന്നില്ല. അധികം വൈകാതെ ആ ട്രക്ക് ഡ്രൈവർ തന്റെ ട്രക്ക് എടുത്ത് യാത്ര തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടതും തന്റെ വണ്ടിയിൽ മറ്റാരോ ഉണ്ട് എന്നൊരു തോന്നൽ അയാൾക്ക് വരികയാണ്. അയാൾ ട്രക്ക് പരിശോധിച്ചു. ട്രക്കിന്റെ മുകളിൽ ഒളിച്ചിരുന്ന സാമിയെയും മകളെയും അയാൾ കണ്ടെത്തി. അവരെ വഴക്ക് പറഞ്ഞ് ട്രക്കിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നാലെ അയാൾ ട്രക്ക് എടുത്ത് പോവാൻ തുടങ്ങിയപ്പോ സാമിയ വീണ്ടും അയാളുടെ അരികിൽ വന്നു. അയാളോട് സംസാരിച്ചു. എന്റെ മകളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അവളെ കാണിക്കാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് ഞാൻ. ഞങ്ങളെ ഇവിടെ തനിച്ചാക്കരുത്, സഹായിക്കണം. ട്രക്ക് ഡ്രൈവർക്കും അവരുടെ പറച്ചിലും മറ്റും കണ്ടപ്പോ അവരോട് സഹതാപം തോന്നി. മലമ്പാതയാണ് ഏറ്റവും അപകടം പിടിച്ച ഇടങ്ങളിലൊന്ന്. അവിടെ ഒരു സ്ത്രീയെയും മകളെയും തനിച്ചാക്കുക ഒട്ടും നല്ലതായി അയാൾക്ക് തോന്നിയില്ല. അയാൾ അവരെ ട്രക്കിന്റെ ഫ്രണ്ട് സീറ്റിൽ കയറ്റി മുമ്പിലേക്ക് യാത്ര തുടർന്നു. പക്ഷേ ട്രക്ക് മുമ്പോട്ട് പോകുമ്പോ ടോർഗുലിന്റെ ആളുകൾ പിന്നിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സാമിയ സൈനബിനെ മറച്ചു പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ട്രക്ക് ഡ്രൈവർ സുഹൈൽ അത് ശ്രദ്ധിച്ചു. എന്താ കാര്യം? സുഹൈൽ അവരോട് ചോദിച്ചു. സാമിയ പറഞ്ഞു, അവർ ടോർഗുലിന്റെ ആളുകളാണ്. ടോർഗുലുമായി എന്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നതാണ്. അവിടെ നിന്ന് എന്റെ മകളെയും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടതും സുഹൈൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. ടോർഗുൽ വളരെ പ്രശ്നക്കാരനായ ഒരു മനുഷ്യനാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ ഇടപെട്ടാൽ തന്റെ ജീവന് പോലും അപകടം വന്നേക്കാം. അവരോട് ട്രക്കിൽ നിന്ന് ഇറങ്ങിക്കോളാൻ സുഹൈൽ പറഞ്ഞു. സാമിയ കരയാൻ തുടങ്ങി. സുഹൈലിന്റെ മനസ്സലിഞ്ഞു. ഒരു പണി ചെയ്യ്, നിങ്ങൾ ഈ ക്യാബിനകത്ത് താഴെ ഒളിച്ചിരിക്ക്. എന്തെങ്കിലും കാട്ടി ഞാൻ അവരെ തിരികെ വിട്ടോളാം, സുഹൈൽ പറഞ്ഞു. ടോർഗുലിന്റെ ആളുകൾ വണ്ടി തടഞ്ഞപ്പോ സുഹൈൽ വണ്ടി നിർത്തി ഇറങ്ങി. ടോർഗുലിന്റെ ആളുകൾ ആ ട്രക്ക് പരിശോധിച്ചു. പക്ഷേ അറയിൽ ഒളിച്ചിരുന്നതുകൊണ്ട് സാമിയയെയോ സൈനബിനെയോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. പിന്നാലെ അവർ ഒരു അമ്മയെയും മകളെയും കണ്ടിരുന്നോ എന്ന മട്ടിൽ സുഹൈലിനോട് ചോദിച്ചപ്പോ വരുന്ന വഴിയിൽ ഞാൻ അങ്ങനെ രണ്ടുപേരെ കണ്ടിരുന്നു. അവര് മറ്റൊരു വഴിക്കാണല്ലോ പോയത് എന്ന് പറഞ്ഞ് ധൈര്യം സംഭരിച്ച് സുഹൈൽ അവരെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടു. പക്ഷേ ഷഹബാസിന് സുഹൈൽ പറഞ്ഞ കാര്യങ്ങളിൽ സംശയം തോന്നിയിരുന്നു. സുഹൈൽ വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. സാമിയയും സൈനബും മുകളിലേക്ക് കയറി വന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോ സുഹൈൽ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടേക്കാ പോകുന്നത്? എവിടെ പോയാലും അവര് നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടാകും. സാമിയക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. എവിടെ പോണമെന്ന് അറിവുമുണ്ടായിരുന്നില്ല. സുഹൈൽ പറഞ്ഞു, ഒളിച്ചോടുന്നതിന് മുമ്പേ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു. പിന്നാലെ അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറ്റോക്കിൽ ഇറക്കി വിടാം. അവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ആലോചിച്ചോളൂ. കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചു കഴിഞ്ഞതും സുഹൈൽ അവന്റെ ട്രക്ക് ഒരു ദാബയ്ക്ക് മുൻപിൽ ഒതുക്കി അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിനുള്ളിൽ മറഞ്ഞിരുന്നോളൂ. ഒരു കാരണവശാലും പുറത്തു വരരുത്. അത് അപകടമാണ്. നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നോളാം. അത് സുഹൈലിന്റെ ഒരു കൂട്ടുകാരന്റെ ദാബയായിരുന്നു. സുഹൈൽ ദാബയിലെത്തി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. ഇതേസമയം അവിടുണ്ടായിരുന്ന റേഡിയോയിൽ സാമിയയുടെയും സൈനബിന്റെയും വാർത്ത വരുന്നുണ്ട്. കാണുവാനില്ല എന്ന തരത്തിലാണ് വാർത്ത വരുന്നത്. പക്ഷേ ഈ സമയത്തായിരുന്നു മകളെയും കൂട്ടിക്കൊണ്ട് അവിടുത്തെ ബാത്റൂമിൽ പോവാൻ സാമിയയും സൈനബും ഇറങ്ങിയത്. അവിടുള്ള ചിലർ അവരെ കണ്ടിരുന്നു. തൊട്ടുപുറകെ സുഹൈലും അത് മനസ്സിലാക്കി. സൈനബും സാമിയയും പുറത്തിറങ്ങിയിരിക്കുന്നു. വളരെ പെട്ടെന്ന് സുഹൈൽ അവരെ തിരികെ ട്രക്കിലേക്ക് കയറ്റി. അവർ കാണിച്ച മണ്ടത്തരം
അവസരം എത്ര വലുതാണ് എന്ന് അവരോട് പറഞ്ഞു. ഇവരിലുള്ളവർ ആ വിവരം ടോർഗുലിനെ അറിയിക്കും. അവർ എത്രയും വേഗം നമ്മളെ അന്വേഷിച്ചെത്തും. ഭീതിയോടെ സുഹൈൽ പറയുന്നുണ്ടായിരുന്നു. അധികം വൈകിയില്ല. സുഹൈൽ ട്രക്ക് എടുത്ത് അവിടെ നിന്ന് പോന്നു. പക്ഷേ അവർ പ്രതീക്ഷിച്ച അപകടം തന്നെ സംഭവിച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ടോർഗുലിനെയും ആളുകളെയും വിവരം ധരിപ്പിച്ചു. ടോർഗുലിന്റെ ആളുകൾ ആ ദാബയിലേക്ക് എത്തി. അവിടെ ഉണ്ടായിരുന്ന സുഹൈലിന്റെ സുഹൃത്തിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ കൂട്ടുകാരൻ കഴിഞ്ഞ 1 മാസമായി സുഹൈൽ ഇവിടെ വന്നിട്ടേയില്ലല്ലോ എന്ന തരത്തിൽ കള്ളം പറയുകയായിരുന്നു ചെയ്തത്. ടോർഗുലിന്റെ ആളുകൾക്ക് അയാൾ കള്ളം പറയുകയാണെന്നും മനസ്സിലായി. ഒട്ടും മടിച്ചില്ല. അവർ അയാളെ കൊന്നുതള്ളി. അതോടെ ഷഹബാസിന്റെ സംശയം ഉറച്ചു. സാമിയ ആ ട്രക്ക് ഡ്രൈവറുടെ കൂടെ തന്നെയുണ്ട്. തന്റെ ഉള്ളിലെ സംശയങ്ങൾ ഊട്ടിയുറപ്പിച്ച് അയാൾ ചിലത് ആലോചിച്ചു കൂട്ടി. ഒരുപക്ഷെ ആ ട്രക്ക് ഡ്രൈവർ സുഹൈൽ സാമിയയുടെ കാമുകനായിരിക്കും. കൃത്യസമയം നോക്കി അവർ ഒളിച്ചോടിയതാണ്. ഈ സമയം മറ്റു ചില കാര്യങ്ങളും അരങ്ങേറുകയാണ്. ടോർഗുലിന്റെ ഭരണത്തിലും മറ്റും ടോർഗുലിന്റെ വലങ്കയായിരുന്ന ഒരു വ്യക്തിക്ക് അമർഷമുണ്ടായിരുന്നു. എല്ലാവരും പല വഴിക്ക് അന്വേഷണത്തിലായതുകൊണ്ട് ടോർഗുലിന്റെ പക്കൽ ഇപ്പോൾ അധികം ആളുകളില്ല. സരാഗ് എന്ന വലങ്കയായ ആ വ്യക്തി തന്റെ ആളിനോട് ടോർഗുലിനെ അങ്ങ് കൊന്നേക്കാൻ പറഞ്ഞു. സരാഗ് പറഞ്ഞ പോലെ അയാൾ പ്രവർത്തിച്ചു. അതോടെ സരാഗ് ടോർഗുലിന്റെ ആ ഗോത്രത്തിന്റെ തലവനായി മാറി. കുറച്ചും ദൂരം കൂടി പിന്നിട്ടതും അന്വേഷണം മതി, ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ അതിർത്തിയല്ല, അങ്ങോട്ടേക്ക് പോവണ്ട എന്ന് സരാഗ് പറഞ്ഞു. കൂടെയുണ്ടായിരുന്ന ഷഹബാസ് ഉടൻ അറിയിച്ചു, താങ്കൾ തിരികെ പൊക്കോളൂ, ബാക്കി അന്വേഷണം ഞാൻ തനിച്ചു ചെയ്യാം. അവരെ പിടികൂടി താങ്കളുടെ മുമ്പിലെത്തിക്കാം. ഷഹബാസിന് എന്തെന്നില്ലാത്തൊരു വെറി സാമിയയോട് തോന്നുന്നുണ്ടായിരുന്നു. ദൗലത് ഖാനെ വിളിച്ചും അയാൾ സംസാരിച്ചു. സാമിയയുടെ കാമുകനായ ട്രക്ക് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയതാണ് എന്ന തരത്തിലായിരുന്നു അയാൾ പറഞ്ഞത്. ഉടൻ ദൗലത് ഖാൻ പറഞ്ഞു, എനിക്കിനി ആ സാമിയയുടെ അവളുടെ ഒരാവശ്യവുമില്ല, എനിക്കെന്റെ മകളെ മാത്രം മതി, ബാക്കി എന്താന്ന് വെച്ചാൽ നീ ചെയ്തോളൂ. സുഹൈൽ തന്റെ ട്രക്കുമായി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒരിടത്ത് വെച്ചാണ് അവരുടെ ട്രക്ക് ബ്രേക്ക് ഡൗൺ ആകുന്നത്. എന്ത് ചെയ്യുമെന്നറിയാതെ സുഹൈൽ നിന്ന നിമിഷത്തിൽ ദൂരെ നിന്നും ഷഹബാസിന്റെ ജീപ്പ് അവരെ ലക്ഷ്യമാക്കി പാഞ്ഞെടുക്കുന്നത് അവൻ കണ്ടു. സുഹൈൽ ഒട്ടും മടിച്ചില്ല. തന്റെ തോക്കെടുത്ത് പുറത്തിറങ്ങി ഷഹബാസിന്റെ വണ്ടി ലക്ഷ്യമാക്കി വെടിയുതിർത്തു. ആ വണ്ടി അപകടത്തിൽപ്പെട്ടു. നിലവിൽ ട്രക്ക് ശരിയാക്കാനുള്ള സമയമൊന്നുമില്ല. സുഹൈൽ സാമിയയോട് സംസാരിച്ചു, ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോയേ പറ്റൂ, കാൽനടയായി നമുക്ക് ഷോർട്ട് കട്ട് വഴി ഇവിടെ നിന്ന് പോകാം. സാമിയയും സുഹൈലിനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അവർ മകളുമായി സുഹൈലിനൊപ്പം പോവാൻ തുടങ്ങി. തരിശുഭൂമിയിലൂടെ അവർ മുമ്പോട്ടേക്ക് നടന്നുകൊണ്ടേയിരുന്നു. രാത്രിയിൽ ഒരിടത്ത് അവർ ക്യാമ്പ് ചെയ്തു. അവിടെ ഇരിക്കുമ്പോൾ സാമിയ സുഹൈലിനോട് ചോദിച്ചു, നേരത്തെ തോക്കെടുത്ത് വെടിയുതിർക്കുന്നത് ഞാൻ കണ്ടിരുന്നു, സത്യത്തിൽ നിങ്ങൾ ആരാണ്? സുഹൈൽ പറഞ്ഞു, മുമ്പ് ഞാനൊരു മോശം മനുഷ്യനായിരുന്നു. ഇവരെ പോലെ ഇതുപോലത്തെ ഗോത്രത്തിൽ ഇതുപോലത്തെ സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ ഞാനൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവൾ എന്റെ ജീവിതം മാറ്റിമറിച്ചു. ഞങ്ങൾ പ്രണയത്തിലായി. ഞങ്ങൾ വിവാഹം കഴിച്ചു. സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. ഞാൻ എന്റെ മോശം ജീവിതം മുഴുവനായും ഉപേക്ഷിച്ചു. നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അധികം വൈകാതെ ഒരു രോഗം വന്നവൾ മരണമടഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഈ ട്രക്ക് എടുത്ത് ഓടിക്കാൻ തുടങ്ങി. തെറ്റിലേക്ക് ഞാൻ തിരികെ പോയതേയില്ല. സുഹൈലിന്റെ ആ കഥകൾ കേട്ടതും സാമിയക്ക് അവനെയോർത്ത് വലിയ സങ്കടം തോന്നി. പിന്നാലെ സുഹൈലിനെ വിശ്വസിക്കാം എന്ന് തോന്നിയതുകൊണ്ട് തന്റെ കഥകളത്രയും സാമിയ സുഹൈലിനോട് പറഞ്ഞു. ചെറുപ്പകാലത്തിലെ ലാഹോറിൽ നിന്ന് വിവാഹം ചെയ്ത് അയക്കപ്പെട്ടതും പിന്നീട് താൻ അനുഭവിച്ച ജീവിതവുമെല്ലാം സാമിയയെ സുഹൈലും കൂടുതൽ മനസ്സിലാക്കുകയായിരുന്നു. അടുത്ത ദിവസം അവർ ഉണർന്ന് അടുത്തുള്ള ജലാശയത്തിൽ മുഖമുഖ കഴുകി വീണ്ടും യാത്ര തുടർന്നു. സുഹൈലും സാമിയയും സൈനബും തമ്മിൽ ഒരു അടുപ്പം രൂപപ്പെടുന്നുണ്ടായിരുന്നു. സുഹൈലിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ കുടുംബത്തെയാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്ന തോന്നലുണ്ടായി. പതിയെ സാമിയയും തിരിച്ചറിഞ്ഞു, സുഹൈൽ നല്ലൊരു മനുഷ്യനാണ്, സത്യസന്ധനാണ്. അല്ലെങ്കിൽ തന്നെ മറ്റാരും അറിയില്ലാത്തൊരു സ്ത്രീക്കും മകൾക്കും വേണ്ടി തന്റെ ജീവൻ പണയം വെച്ച് ഇതുപോലെ സഹായിക്കില്ലല്ലോ. ദീർഘദൂരം നീണ്ട കാൽനട യാത്രയ്ക്കൊടുവിൽ അവർ സുഹൈലിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കെത്തി. അവിടെ എന്തായാലും അവർക്ക് അപകടമൊന്നും നേരിടേണ്ടി വരില്ല. തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളൊക്കെ അടങ്ങുന്നവരെ അവർക്കവിടെ കഴിഞ്ഞുകൂടാൻ സാധിക്കും. അടുത്ത ദിവസം പുലർച്ചെ സാമിയ ഉറക്കത്തിൽ നിന്നൊരു ദുസ്വപ്നം കണ്ടായിരുന്നു ഞെട്ടിയുണർന്നത്. നോക്കുമ്പോ സൈനബ് അടുത്തില്ല. പാനിക്കായി അവൾ പുറത്തിറങ്ങി തിരയാൻ തുടങ്ങി. അപ്പോഴാണ് അത് കണ്ടത്. സൈനബ് സുഹൈലിനൊപ്പം സന്തോഷത്തോടെ കളിച്ചിരിക്കുകയാണ്. സാമിയക്കും സമാധാനം തോന്നി. സാമിയ സുഹൈലിനടുത്ത് ചെന്ന് സംസാരിച്ചു, ഇവിടെ വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെടുന്നുണ്ട്. എന്ത് ഭംഗിയാ ഇവിടമൊക്കെ കാണാൻ, തന്റെ കൂടെ നടക്കാൻ വരുന്നോ എന്ന് സുഹൈൽ സാമിയയോട് ചോദിച്ചു. സാമിയയും ഓക്കെ പറഞ്ഞു. സാമിയക്കൊപ്പം കുറച്ചുനേരം തനിച്ച് ചെലവഴിക്കണം എന്ന് സുഹൈലിനുണ്ടായിരുന്നു. അത്രയും നാളത്തെ ഇടപെടലുകൾ കൊണ്ട് സാമിയയോട് സുഹൈലിനൊരു പ്രണയം രൂപപ്പെട്ടിട്ടുണ്ട്. അവളോടൊരു ഇഷ്ടമുണ്ട്. അത് തുറന്നു പറഞ്ഞാലോ എന്നായിരുന്നു സുഹൈലിന്റെ ഉള്ളിൽ. അവർ ഒരിടത്ത് ചെന്നിരുന്ന് കുറേയധികം സംസാരിച്ചു. സാമിയക്കും സുഹൈലിനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. സുഹൈൽ എന്ന സാമിയയോട് വളരെ പ്രശസ്തമായ കാബുലിന്റെയും
സിന്ധിന്റെയും പ്രണയത്തെപ്പറ്റി പറഞ്ഞു. പക്ഷേ രാത്രിയിൽ പിന്നീട് സാമിയെ കുറക്കമില്ലാതായി. അവൾ ഒരുപാട് ആലോചിച്ചു. ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ നിറഞ്ഞിരിക്കുന്നു. സുഹൈലും സൈനബും തമ്മിൽ നല്ല രീതിയിൽ അടുപ്പവും രൂപപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടോ അവിടെ ഇനി അധികം നാൾ തുടർന്നുകൂടാ എന്നൊരു തോന്നൽ സാമിയക്ക് വന്നു. കാരണം ഇനിയും അവിടെ തുടർന്നാൽ താൻ സുഹൈലുമായി അടുപ്പത്തിലാകും. പിന്നീട് ഒരു വേർപിരിയൽ തന്നെ ഒരുപാട് വേദനിപ്പിച്ചേക്കാം. സുഹൈലിനും അത് അത്തരത്തിൽ തന്നെയാകാം. സാമിയ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ലാഹോറിലേക്ക് പോവാനായിരുന്നു സാമിയയുടെ തീരുമാനം. പിറ്റേന്ന് ഒരവസരം കിട്ടിയപ്പോ സാമിയ ലാഹോറിലുള്ള തന്റെ ഉമ്മയെ വിളിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ മകൾ തന്റെ ഉമ്മയുമായി സംസാരിക്കുകയാണ്. സാമിയയുടെ ഉമ്മ പറഞ്ഞു, ഇവിടെയും അപകടമാണ്. നിങ്ങളെ തിരഞ്ഞ അവരുടെ ആളുകൾ ഇവിടെയും വന്നിരുന്നു. ഉമ്മയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് സാമിയ പറഞ്ഞപ്പോ അവർ പറഞ്ഞു, വീട്ടിൽ വെച്ച് കാണൽ അപകടമാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണുന്നതാവും നല്ലത്. സാമിയയും അതിന് സമ്മതിച്ചു. പിന്നാലെ സുഹൈലിനടുക്കൽ സാമിയ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവൾ ലാഹോറിലേക്ക് പോകുന്നത് സുരക്ഷിതമാവില്ല എന്നായിരുന്നു സുഹൈലിന്റെ മറുപടി. അവിടെ എത്തിയാൽ അവൾക്ക് എന്തു വേണമെങ്കിലും സംഭവിക്കാം. സാമിയയെ നഷ്ടപ്പെടുന്നതിൽ സുഹൈലിന് വേദനയുണ്ടായിരുന്നു. അവൾക്കൊന്നും സംഭവിക്കരുത് എന്ന് സുഹൈൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സാമിയ പറഞ്ഞു, ഇതുപോലെ എത്ര നാൾ ഒളിച്ചു താമസിക്കാനാണ്? എന്തായാലും പുറത്തു വന്നല്ലേ മതിയാവുകയുള്ളൂ. സാമിയ സുഹൈൽ തനിക്ക് ഒരുപാട് സഹായം ചെയ്തതാണല്ലോ എന്നോർത്ത് തന്റെ ഒരു സ്വർണവളയൂരി സുഹൈലിന് സമ്മാനമായി കൊടുത്തു. പക്ഷേ അത് കണ്ടതും സുഹൈലിന് ദുഃഖം വരികയായിരുന്നു ചെയ്തത്. ഈ ഒരു വളയ്ക്ക് വേണ്ടിയിട്ടാണോ താൻ ഇത്രനാൾ അവരെ സഹായിച്ചത്? എന്നെ അങ്ങനെയാണോ കരുതിയത്? സുഹൈൽ വേദനയോട് ചോദിച്ചു. സാമിയക്കും തന്റെ പ്രവൃത്തിയിൽ കുറ്റബോധവും നാണക്കേടും തോന്നി. സുഹൈൽ ആ വള സാമിയയുടെ കയ്യിൽ തിരികെ ധരിപ്പിച്ചു. പുറകെ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ തന്നെ നാളെ നിന്നെ ലാഹോറിലേക്ക് കൊണ്ടുപോകാം. അടുത്ത ദിവസം സുഹൈൽ സാമിയയും സൈനബുമായി ലാഹോറിലേക്ക് പുറപ്പെട്ടു. കൂട്ടുകാരന്റെ വാഹനത്തിലായിരുന്നു യാത്ര. ഒടുവിൽ രാത്രിയോടെ അവർ ലാഹോറിലെത്തി. ലാഹോറിൽ പുറത്തു വെച്ച് കാണാം എന്ന് പറഞ്ഞ ഒരിടത്ത് വെച്ച് സാമിയ വർഷങ്ങൾക്കിപ്പുറം തന്റെ ഉമ്മയെ കണ്ടു. ഇരുവരും ആലിംഗനം ചെയ്തു. അത്രമേൽ ഹൃദയത്തെ തൊടുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. സൈനബിന് ആ ഉമ്മ ഒരു ചുംബനം നൽകി. ജനിച്ച ശേഷം ആദ്യമായിട്ടായിരുന്നു സൈനബിനെ അവർ നേരിൽ കാണുന്നത്. ആ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് ഷഹബാസ് എത്തിച്ചേരുന്നത്. ചൂണ്ടി ഷഹബാസ് അവരെ ബന്ദികളാക്കി അവരുമായി ഒഴിഞ്ഞ ഒരു പ്രദേശത്തേക്ക് പോയി. സുഹൈൽ അത് കണ്ടെങ്കിലും തിരക്കിനിടയിൽ അവൻ പെട്ടുപോയിരുന്നു. അവർക്കടുത്തേക്കെത്താൻ സുഹൈലിന് കഴിഞ്ഞില്ല. ഷഹബാസ് സാമിയോട് ചോദിച്ചു, ആ ട്രക്ക് ഡ്രൈവർ നിന്റെ കാമുകനായിരുന്നല്ലേ? അവനൊപ്പം നീ ഒളിച്ചോടിയതാണല്ലേ? പക്ഷേ സാമിയ ഒരിക്കലുമല്ല, അയാൾ എന്റെ കാമുകനൊന്നും അല്ലെന്ന് പറഞ്ഞു. പിന്നാലെ ഷഹബാസ് ഞാൻ സൈനബിനെ എന്റെ കൂടെ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന കാര്യം അറിയിച്ചു. ഉടൻ സാമിയ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടിയിരുന്നത്? എന്റെ മകളെ വെറുതെ വിട്ടേക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊണ്ടുപോക്കോളൂ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. പക്ഷേ ഷഹബാസ് അതിനെ സമ്മതിച്ചില്ല. ഷഹബാസിനിപ്പോൾ സാമിയക്കുമേൽ അമിത താല്പര്യമൊന്നുമില്ല. അവന് വേണ്ടത് സൈനബിനെയാണ്. സരാഗിന് സൈനബിനെ കൊണ്ടുകൊടുക്കാം എന്നവൻ പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്താൽ അവന് വലിയ സ്ഥാനമാനങ്ങൾ കിട്ടും. തൊട്ടുപുറകെയായിരുന്നു അങ്ങോട്ടേക്ക് സുഹൈലെത്തിയത്. പിന്നെ പറയണ്ടല്ലോ, ഒരു ഏറ്റുമുട്ടൽ നടന്നു. ഷൂട്ടൌട്ടിൽ ഷഹബാസ് കൊല്ലപ്പെട്ടു. പക്ഷേ അപ്പോഴേക്കും മറ്റൊന്നുകൂടി സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഷഹബാസ് ഉതിർത്തൊരു വെടിയുണ്ട സാമിയയുടെയും ജീവനെടുത്തു. സൈനബ് അനാഥയായി അവിടെ നിന്നു. സുഹൈൽ ദുഃഖത്തോടെ തന്റെ പ്രിയപ്പെട്ട സാമിയ കൊല്ലപ്പെട്ട് വീണത് കണ്ടു. തന്റെ മകളെ സംരക്ഷിക്കാൻ സാധിച്ചു എന്ന തൃപ്തിയോടെയായിരിക്കാം ഒരുപക്ഷെ ആ അമ്മ മരണപ്പെട്ടത്. സുഹൈൽ ഒരുപക്ഷെ ഇനി ആ കുട്ടിയെ സംരക്ഷിച്ചേക്കാം. ബാക്കിയുള്ള ചിന്തകൾ പ്രേക്ഷകർക്ക് വിട്ടുനൽകി ചലച്ചിത്രം അവിടെ അവസാനിക്കുന്നു. വളരെയധികം ക്രിട്ടിക്കൽ അക്ലമേഷൻ നേടിയ ദുക്തർ എന്ന ഈ പാകിസ്ഥാനി ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.